ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ 9th ലാസ്റ്റ് ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ എല്ലാ കുട്ടികളും നല്ല ഉഷാറായിട്ടിരുന്നോളൂ. അപ്പം നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ തന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ? നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് അല്ലേ? 2 കിങ്ഡം, 3 കിങ്ഡം ആൻഡ് 5 കിങ്ഡം, നമുക്ക് 6 കിങ്ഡം, ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് തന്നെ നമുക്ക് 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷനാണ് നമുക്കിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത്. അതായത് 3 ഡൊമെയിനുകളുള്ള ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് തന്നെ നമുക്ക് 6 കിങ്ഡംസ് ആയിട്ടാണ് വരുന്നത്. അതായത് 6 കിങ്ഡങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആരാണ് ഈ 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതെന്ന് അറിയാവോ? യെസ്, നമ്മുടെ കാൾ വൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 3 ഡൊമെയിനുകളായിട്ട് തിരിച്ചപ്പോൾ അതിനകത്ത് മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പം മൊനീറയ്ക്ക് ഒരു പ്രത്യേകത വന്നു. എന്താണ്? ദീസ് മൈക്രോ ഓർഗാനിസംസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ബാക്ടീരിയ. എന്താണ്? ഏത് മൈക്രോ ഓർഗാനിസംസ് ആണ്? ചില മൈക്രോ ഓർഗാനിസംസ് മൊനീറയിലുള്ളത്. മൊനീറ നമുക്കറിയാം ബാക്ടീരിയാസ് വരുന്നതാണ് ഈ മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡം. അതിനകത്ത് തന്നെ ചില ബാക്ടീരിയകൾക്ക് നമ്മുടെ ഈ മൊനീറയിലെ മറ്റ് ബാക്ടീരിയാസുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് അല്ലേ? ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മുടെ ഈ 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ വന്നത്. അപ്പം ഇവരുടെ എല്ലാ ചുറ്റുപാടുകളും അതിൻ്റെ ഘടനയും കാര്യങ്ങളും ഒക്കെ സ്റ്റഡി ചെയ്തപ്പം ഈ വ്യത്യാസങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? നമ്മുടെ ഈ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? 3 കിങ്ഡംസ് ആയിട്ട് തിരിച്ചു. ഓക്കെ, ആ 3 കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ 3 കിങ്ഡം? യെസ്, ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കിങ്ഡം, ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കിങ്ഡം വന്നു. ആൻഡ് നമുക്ക് ആർക്കിയ എന്ന് പറയുന്ന ഒരു പുതിയ കിങ്ഡം വന്നു. ആർക്കിയ എന്ന് പറയുന്ന ഒരു പുതിയ കിങ്ഡം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കിങ്ഡത്തിൻ്റെ പേരിട്ടത് എന്താണ്? യൂകാരിയ. സോറി, ഇത് 3 ഡൊമൈൻസ് ആണ്. ഈ 3 ഡൊമൈനുകളാക്കി തിരിച്ചു. ഇതിനകത്താണ് ബാക്കി 6 കിങ്ഡങ്ങൾ വരുന്നത്. അപ്പോൾ ഈ 3 ഡൊമൈൻ വരുമ്പം ഈ ബാക്ടീരിയ എന്ന് പറയുന്ന ഡൊമൈനിലാണ് ആര് വരുന്നത് മക്കളെ? യെസ്, മൊനീറ അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഒക്കെ വരുന്നത്. ട്രൂ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ വരുന്നത് നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുന്ന ഡൊമൈനകത്താണ്. ആൻഡ് ആർക്കിയ എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ടല്ലോ, അതായത് പുതിയതായിട്ടുണ്ടായ ഡൊമൈനാണ് ഈ ആർക്കിയ എന്ന് പറയുന്ന ഡൊമൈൻ. മുമ്പ് ഈ ആർക്കിയ എവിടെയായിരുന്നു മക്കളെ? യെസ്, മൊനീറയ്ക്കകത്തായിരുന്നു ഈ ആർക്കിയയും അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ രണ്ടിനെയും സെപ്പറേറ്റഡ് ആക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റഡ് ആക്കിയപ്പോൾ ആർക്കിയയിൽ ആരാണ് വന്നത്? യെസ്, ആർക്കി ബാക്ടീരിയ ആണ് നമുക്ക് ഈ ആർക്കിയ എന്ന് പറയുന്ന ഡൊമൈനിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് യൂകാരിയ എന്ന് പറയുന്ന ഡൊമൈൻ്റെ അകത്താണ് ബാക്കി കിങ്ഡംസ് ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടിസ്റ്റ, അതുപോലെ തന്നെ ഫംഗൈ, പിന്നെ നമ്മുടെ പ്ലാന്റേ, ആനിമേലിയ, ഇതെല്ലാം വരുന്നത് യൂകാരിയ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ ഒരു 6 കിങ്ഡം വർഗീകരണവും ഈ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനും, അതായത് 3 ഡൊമൈൻ വർഗീകരണവും 6 കിങ്ഡം വർഗീകരണവും ഒന്നിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഓരോ കിങ്ഡംസും എടുത്തിട്ട് അതിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ പെക്യുലാരിറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ എടുത്തത് ആർക്കിയ എന്ന് പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞില്ലേ, ആർക്കിയ എന്ന് പറയുന്ന പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുതിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. ആ പുതിയ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. അവർ പ്രോ ക്യാരിയോട്ടുകളാണ് അല്ലെങ്കിൽ പ്രോ ക്യാരിയോട്ട്സ് ആണ്. അതായത് എന്താണ്? അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. മനസ്സിലായോ? അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ നമുക്കറിയാം ബാക്ടീരിയാസിനൊന്നും ട്രൂ ന്യൂക്ലിയസ് ഇല്ല എന്ന്. അപ്പോൾ അത് നമ്മുടെ കിങ്ഡം ആർക്കിയയിൽ വരുന്നവർക്കും ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ്. അതുപോലെ തന്നെ ദ സെൽ വോൾ ലാക്സ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ഇവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. നമുക്ക് ശരിക്കും ബാക്ടീരിയാസിൻ്റെ സെൽ വോൾ എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്. പക്ഷേ ഈ ആർക്കിയയ്ക്ക് എന്തില്ല? ആർക്കി ബാക്ടീരിയയ്ക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല. അപ്പോൾ അതാണ് കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ ഇല്ല കേട്ടോ. ആൻഡ് നമുക്ക് ഫൗണ്ട് ഇൻ ദ എക്സ്ട്രീം എൻവയോൺമെൻറ്റ് ലൈക്ക് ഹോട്ട് സ്പ്രിങ്സ്, സലൈൻ ഏരിയാസ്, പിന്നെ ആസിഡിക് ഏരിയാസ്, ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ചൂട് കൂടുതലുള്ള പ്രദേശങ്ങൾ,
അല്ലെങ്കിൽ നീരുറവുകളിൽ ചൂട് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ലവണത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ നമുക്ക് സാധാരണഗതിയിൽ ചില ആനിമൽസിനോ പ്ലാന്റ്സിനൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഭയങ്കര ചൂടുള്ള സ്ഥലം, അതുപോലെ തന്നെ ഭയങ്കര ഉപ്പുവെള്ളം നിറഞ്ഞ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക അസിഡിറ്റി ഉള്ള സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ സാധാരണഗതിയിൽ ജീവികൾക്കൊന്നും അധികം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ ഈ ആർക്കി ബാക്ടീരിയൻ്റെ പ്രത്യേകത എന്താ? ഇവർക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയൊരു പ്രത്യേകതയാണ്. ആർക്കി ബാക്ടീരിയൻ്റെ മെയിനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് തെർമോകോക്കസ് ഹാലോബാക്ടീരിയം. തെർമോകോക്കസ് എന്ന് പറയുന്ന ആ ഒരു ആർക്കി ബാക്ടീരിയയും പിന്നെ ഹാലോ ബാക്ടീരിയം എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയം ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തെർമോകോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നല്ല ചൂടുള്ള ഏരിയയിൽ കാണപ്പെടുന്നതാണ്. ഹാലോ ബാക്ടീരിയം എന്ന് പറഞ്ഞാൽ സെലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ലവണങ്ങളുടെ സാന്നിധ്യം, ഉപ്പുരസം കൂടുതലുള്ള ഏരിയയിൽ കാണപ്പെടുന്നതാണ് ഈ ഹാലോ ബാക്ടീരിയം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡം എല്ലാ മക്കൾക്കും ക്ലിയർ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം, വിച്ച് ഇസ് ബാക്ടീരിയ അല്ലേ. യു ബാക്ടീരിയ എന്ന് പറയും. യു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോ കാരിയോട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പ്രോ കാരിയോട്ടുകളാണ്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു പെപ്റ്റിഡോഗ്ലൈക്കൺ ആർക്കി ബാക്ടീരിയയിൽ ഇല്ല, പക്ഷെ ഇവിടെ എന്തുണ്ട്? പെപ്റ്റിഡോഗ്ലൈക്കൺ അവരുടെ സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവരുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഫോണ്ട് എവ്രിവെയർ ലൈക്ക് സോയിൽ, വാട്ടർ, ഇൻസൈഡ് അതർ ഓർഗാനിസംസ്. നമുക്കറിയാമല്ലേ ബാക്ടീരിയാസ് എല്ലായിടത്തും വളരുന്ന സാധനമാണ്. ആൻഡ് അതിനകത്ത് തന്നെ എക്സ്ട്രീം ക്ലൈമറ്റിൽ അല്ലെ എക്സ്ട്രീം കണ്ടീഷനിൽ വളരുന്നതാണ് നമ്മുടെ ആർക്കി ബാക്ടീരിയ. മനസ്സിലായോ? അപ്പോൾ ഈ ബാക്ടീരിയാസ് എവിടെയൊക്കെ കാണും? സോയിലിൽ നമുക്ക് കാണാൻ പറ്റും, പിന്നെ വാട്ടർ ബോഡീസിൽ കാണാൻ പറ്റും, പിന്നെ ബാക്കിയുള്ള ആനിമൽസിൻ്റെ ബോഡിയിൽ കാണാൻ പറ്റും. ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും അല്ലേ. ഇനി ബാക്ടീരിയാസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കോ. റൈസോബിയം, വിബ്രിയോ കോളറ, ഇതെല്ലാം എന്താണ്? ബാക്ടീരിയാസ് ആണ്. അപ്പം ഈ എക്സാമ്പിളുകളും മക്കൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മണ്ണ്, ജലം, മറ്റ് ജീവികൾ തുടങ്ങി എല്ലായിടത്തും ബാക്ടീരിയ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള റൈസോബിയവും വിബ്രിയോ കോളറ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അനിമേലിയ എന്ന് പറയുന്ന ഫൈലത്തിലോട്ടാണ്. അപ്പോൾ അനിമേലിയയുടെ പ്രത്യേകത എന്താ മക്കളെ? യെസ്, നമ്മളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു കിങ്ഡമാണ് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം അല്ലേ. അപ്പോൾ ഈ അനിമേലിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെന്താണ്? യു കാരിയോട്ടുകളാണ്. നമ്മളെല്ലാം നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ എന്താണ്? ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടല്ലേ സെല്ലിൽ. അപ്പോൾ നമ്മൾ യു കാരിയോട്ടുകളാണ് എന്ന് പറയാനായിട്ട് പറ്റും. അതായത് കോശഭിത്തി ഇല്ല, നമ്മുടെ ആനിമൽ കിങ്ഡത്തിൽ കോശഭിത്തി ഇല്ല ആൻഡ് യു കാരിയോട്ടുകളാണ്. അപ്പം ആനിമൽ കിങ്ഡവും പ്ലാൻ കിങ്ഡവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽസിൽ, അതായത് ആനിമൽസിൻ്റെ സെൽസിൽ എന്തില്ല? കോശഭിത്തി ഇല്ല, അതായത് സെൽ വോൾ ഇല്ല. ദ ലാക്ക് സെൽ വോൾ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. ആൻഡ് നമുക്ക് അറിയാം എക്സാമ്പിൾസ് ഒക്കെ നമുക്കറിയാം. എന്താണ്? ഹ്യൂമൻസ് ഒക്കെ നമ്മുടെ ആനിമേലിയയിൽ വരുന്നതാണ്. പിന്നെ ലയൺ, ബേർഡ്സ്, പിന്നെ ക്രോക്കഡൈൽ, അങ്ങനെ പറയുന്ന നമ്മുടെ ഫ്രോഗ്, ഇതെല്ലാം എന്തിൽ വരുന്ന മക്കളെ? ആനിമേലിയയിൽ വരുന്നതാണ് കിങ്ഡം. ഓക്കെ. അപ്പോൾ ആനിമേലിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? യു കാരിയോട്ടുകളാണ്. അതായത് ഇവരിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദേ ലാക്ക് സെൽ വോൾ ഇല്ല, അല്ലെങ്കിൽ കോശഭിത്തിയുടെ അഭാവം എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ പ്ലാന്റ്സിലേക്കാണ്. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡമാണ്. അപ്പം ആ പ്ലാന്റയുടെ പ്രത്യേകത എന്താണ്? അവരും എന്താണ്? യു കാരിയോട്ടുകളാണ്. അപ്പം മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാക്ടീരിയാസ് ആണ് നമുക്ക് പ്രോ കാരിയോട്സിൽ വരുന്നത് കേട്ടോ. ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ പ്രോ കാരിയോട്ടുകളാണെങ്കിൽ ബാക്കി എല്ലാ ഫൈലും എന്താണ്, അല്ലെങ്കിൽ കിങ്ഡം എന്താണ് മക്കളെ? യു കാരിയോട്സ് ആണ് കേട്ടോ. അപ്പോൾ യു കാരിയോട്സ് ആണെന്ന് നമുക്കറിയാം. സെൽ വോൾ മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ്. എന്താണ്? ഇവിടെ സെൽ വോൾ ഉണ്ടല്ലോ, നമ്മുടെ പ്ലാന്റ്സിൽ സെൽ വോൾ ഉണ്ട്. പക്ഷേ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ സെല്ലുലോസും കൊണ്ട് നിർമ്മിതമായ കോശസ്തരം അല്ലെങ്കിൽ കോശഭിത്തിയാണ് കാണാനായിട്ട് പറ്റുന്നത്. എക്സാമ്പിൾസ് നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ. തെങ്ങ്, മാവൊക്കെയാണ് ഈ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളുകളായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തെങ്ങ്, മാവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ജാക്ക് ഫ്രൂട്ട്, മാഞ്ചിഫറ ഇൻഡിക്ക ആൻഡ് കോക്കോസ് ന്യൂസിഫറ, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൽ വരുന്ന ആൾക്കാർ. ഓക്കെ അല്ലേ.
അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിലോട്ടാണ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിൻ്റെ പ്രത്യേകത അവർ യൂണി സെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടുകളാണ്. അപ്പം യൂണി സെല്ലുലാർ, അതായത് ഒറ്റൊരു സെല്ല് മാത്രം, ഒറ്റൊരു കോശം മാത്രമുള്ള യൂക്കാരിയോട്ടുകളാണ് മക്കളെ പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. അപ്പോൾ ഈ ഒറ്റൊരു കോശം, ഏകകോശ ജീവികളായിട്ടുള്ള യൂക്കാരിയോട്ടുകളാണ് ഇവിടെ വരുന്നത് നമ്മൾ പറയുന്നു. ആൻഡ് സം ഓഫ് ദം ഹാവ് സെൽ വോൾ മേഡപ്പ് ഓഫ് സെല്ലുലോസ്, others have cellulose made up of sugars other than glucose, modified sugars of proteins. ഇവിടെ നമുക്ക് പ്രോട്ടിസ്റ്റയിൽ നോക്കുകയാണെങ്കിൽ അവർക്കും എന്തുണ്ട്, നമ്മുടെ സെൽ വോൾ കാണാം, അല്ലെങ്കിൽ കോശഭിത്തി കാണാൻ പറ്റും. പക്ഷെ നമ്മൾ പ്ലാന്റിൽ കണ്ടതുപോലെ അങ്ങനെയുള്ള കോശഭിത്തി അല്ല. അവരുടെ കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ മോളിക്യൂൾസ് കൊണ്ട്, അതായത് നമ്മുടെ സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പകരം എന്തുകൊണ്ടാണ്, പഞ്ചസാര കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പ്രോട്ടീനുകൾ കൊണ്ടും ഒക്കെയാണ് അവരുടെ പ്രോട്ടിസ്റ്റയുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഇത്രയാണ് നമുക്ക് പ്രോട്ടിസ്റ്റയിൽ പറയാനുള്ളത്. പ്രോട്ടിസ്റ്റേൻ്റെ എക്സാമ്പിളുകളായിട്ട് നമുക്കുള്ളത് എന്താണ്, അമീബോസോവ, യുഗ്ലിനോസോവ. അതായത് നമ്മുടെ അമീബയിലെ, അമീബയും യുഗ്ലീനയും പാരമീസിയും ഒക്കെ എവിടെ വരുന്നതാണ്, പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്ന വലിയൊരു കിങ്ഡമാണ് ഫഞ്ചൈ എന്ന് പറയുന്ന കിങ്ഡം. അപ്പോൾ ഈ ഫഞ്ചൈ എന്ന് പറയുന്ന കിങ്ഡത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്കറിയാം ഫംഗസുകളൊക്കെ ഉൾപ്പെടുന്ന കിങ്ഡമാണ് ഫഞ്ചൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഇവരും എന്താണ് മക്കളെ, യൂക്കാരിയോട്ടുകളാണ്. അതായത് ട്രൂ ന്യൂക്ലിയസ് അവർക്കുണ്ട്. ആൻഡ് സെൽ വോൾ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ, ഗ്ലൂക്കൺസ് ഓർ ഗ്ലൈക്കോ പ്രോട്ടീൻസ്. അപ്പം കൈറ്റിൻ കൊണ്ടും ഗ്ലൂക്കൺ കൊണ്ടും അതുപോലെ തന്നെ ഗ്ലൈക്കോ പ്രോട്ടീനുകൾ കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന സെൽവോളാണ് ആർക്കുള്ളത്, നമ്മുടെ ഫംഗസിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫംഗസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഗ്ലൂക്കോസും കൈറ്റിനും ഒക്കെ നിർമ്മിതമായിട്ടുള്ള കോശഭിത്തിയാണ് അവർക്കുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ്, നമ്മുടെ ഫംഗസിൻ്റെ എക്സാമ്പിളാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് അല്ലേ. അതുപോലെ തന്നെ മഷ്റൂം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന മഷ്റൂം ഇല്ലേ, അതൊരു ഫംഗസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ആ ഒരു ഫംഗസ് ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഫംഗസുകളുണ്ട്. നമുക്ക് അങ്ങനെ പല രീതിയിലുള്ള ഫംഗസുകളും ഒരുപാട് കാണാനായിട്ട് പറ്റും. കിങ്ഡം ആനിമേലിയനെ എടുക്കുകയാണ്. കിങ്ഡം ആനിമേലിയയിൽ തന്നെ അതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 6 കിങ്ഡംസും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഏതൊക്കെയാണ് നമ്മുടെ 6 കിങ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആർക്കിയാണ്, രണ്ടാമത്തെ ബാക്ടീരിയ ആണ്, മൂന്നാമത്തെ നമ്മുടെ ആനിമേലിയാണ്, നാലാമത്തത് പ്ലാന്റയാണ്, ആൻഡ് അഞ്ചാമത്തത് പ്രോട്ടിസ്റ്റയാണ്, ആറാമത്തത് ഫംഗയാണ്. അപ്പോൾ ഇത്രയുമാണ് ആ 6 കിങ്ഡങ്ങൾ. 3 ഡൊമൈൻ്റെ അകത്ത് വരുന്ന 6 കിങ്ഡങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇനി നമ്മുടെ ജന്തുക്കളുടെ വർഗീകരണത്തിലേക്ക് പോകണം. അതായത് ആനിമൽ കിങ്ഡത്തിന് മാത്രം എടുത്ത് നമ്മളൊന്ന് വർഗീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മുടെ കിങ്ഡത്തിനെ വീണ്ടും സബ് ഫൈലങ്ങളായിട്ട് പിന്നെ ക്ലാസ് ആക്കി ഇങ്ങനെ വർഗീകരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. നമ്മുടെ കിങ്ഡം, പിന്നെ ഫൈലം, ക്ലാസ്, ഓർഡർ, ജീനസ്, സ്പീഷ്യസ് അല്ലേ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്, ഇങ്ങനെ നമ്മുടെ ആ ഒരു ഓർഡർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഓർഡറിൽ നമ്മൾ വർഗീകരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മൊത്തം ഒന്നും നമുക്ക് പഠിക്കാനില്ല, മെയിൻ ആയിട്ടുള്ള വർഗീകരണങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ആനിമൽ കിങ്ഡത്തിനെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ബേസിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ രീതിയിൽ, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ വർഗീകരിക്കാം എന്ന് നോക്കിയാൽ, ബോഡി ക്യാവിറ്റീസ്, ജേം ലെയേഴ്സ്, സിമട്രി, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വർഗീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ ശരീരഘടന, ബോഡി ക്യാവിറ്റീസ്, നമ്മുടെ ബോഡി ക്യാവിറ്റീസ് ആൻഡ് ബോഡി ബീജപാളികൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർഗീകരിച്ചിട്ടുള്ളത് കേട്ടോ. ശരീരങ്ങളിൽ എത്ര അറകളുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയാണ്, അതിലുള്ള എത്ര പാളികളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഓരോ ആനിമൽസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം അല്ലേ, കിങ്ഡം ആനിമേലിയയിൽ വരുന്ന ഫസ്റ്റ് ഫൈലമാണ് തൊട്ടടുത്തുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലത്തിൽ നമ്മുടെ പോറിഫെറയാണ് ഫസ്റ്റ് ഫൈലം. അപ്പോൾ പോറിഫെറയിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ അക്വാട്ടിക് ആയിട്ടുള്ള ആനിമൽസ്, അതായത് നമുക്ക് വെള്ളത്തിൽ മാത്രം കാണുന്ന ആനിമൽസ് ആണ് ഈ പോറിഫെറ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഏറ്റവും ബേസിക് നമ്മുടെ ആനിമൽ കിങ്ഡം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജീവികളൊക്കെയാണ് ഈ പോറിഫെറയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പോറിഫെറയിൽ പ്രത്യേകത, പോറിഫെറ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് പോറുണ്ട് അല്ലേ. പോർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, സുഷിരം അല്ലെങ്കിൽ ദ്വാരം എന്നാണ് അർത്ഥം.
അപ്പോൾ ഈ ഇവിടുത്തെ ആനിമൽസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആനിമൽസിൻ്റെ എല്ലാ ശരീരത്തിൽ ഫുൾ എന്തുണ്ട്, ദ്വാരങ്ങളുണ്ട്. അതാണ് ഈ ആനിമൽ കിങ്ഡത്തിൽ നമ്മുടെ പോറിഫെറ എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ മൈന്യൂട്ട് പോർസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ സ്പോഞ്ചുകൾ, അതായത് യൂസ്പോഞ്ചിയ, സൈക്കൺ, സ്പോഞ്ചില്ല, ഈ പറയുന്ന ജീവികളൊക്കെ സ്പോഞ്ചുകളിൽ വരുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിലൊക്കെ തുടയ്ക്കാനോ അതിനൊന്നും ഉപയോഗിക്കുന്ന സ്പോഞ്ച് അല്ല പറയുന്നത്, സ്പോഞ്ചസ് എന്ന് പറയുന്ന ജീവികളുണ്ട്. അപ്പോൾ അവരുടെ കാര്യമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സ്പോഞ്ച് പോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കുറേ പ്രത്യേകതകളും നമുക്കുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ഇലാബറേറ്റഡ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. ആൻഡ് നമ്മൾ അടുത്തതായിട്ട് വരുന്ന ഫൈലമാണ് ഏതാണ് മക്കളെ? നിഡേറിയ എന്ന് പറയുന്ന ഫൈലം. ഇതിന് തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണത്? നമ്മുടെ സിലിൻഡ്രേറ്റ എന്നാണ് മറ്റൊരു പേര്. ഈ നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റയും എന്താണ്? നമുക്ക് അക്വാട്ടിക് ആയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് നിഡേറിയ എന്ന് പറയുന്ന പേര് വരാൻ കാരണമുണ്ട്. എന്താണ്? നിഡോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവർക്കുള്ളതാണ് ആ ഒരു പേര് വരാനായിട്ട് കാരണം. നിഡോബ്ലാസ്റ്റുകളോടുകൂടിയ ജലജീവികളാണ് നിഡേറിയ എന്ന് പറയുന്നത്. അതായത് അവർ ഇങ്ങനെ ഹോസ്റ്റിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവർക്ക് എവിടെയെങ്കിലും കാലുറപ്പിച്ച് നിർത്തില്ലേ, അതേപോലത്തെ അവരുടെ സ്ട്രക്ചറാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോണൊക്കെ, അതായത് കടൽ പൂവ്, ജെല്ലി ഫിഷ്, ഹൈഡ്രയൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഈ നിഡേറിയയുടെ എക്സാമ്പിളാണ്. ഇവർക്ക് തന്നെ വേറൊരു പേരും ഉണ്ട്. എന്താണ്? സിലിണ്ടറേറ്റ എന്നാണ്. സിലിണ്ടറോൺ എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ അവരിലുള്ളതുകൊണ്ടാണ് സിലിണ്ടറേറ്റ എന്ന് അവർക്ക് പേര് വരുന്നത്. അപ്പം രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പോരുന്നതാണ് പ്ലാറ്റി ഹെൽമിന്തസ്. അപ്പോൾ ഈ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പ്ലാറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളൊരു ഫ്ലാറ്റ് എന്ന് പറയുന്ന വേർഡ് എവിടെയോ ഒളിഞ്ഞു കിടപ്പില്ലേ? അപ്പോൾ ഫ്ലാറ്റ് വേംസ് ആണ് നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രത്യേകത? ഫ്ലാറ്റ് വേംസിൻ്റെ പ്രത്യേകത നമ്മുടെ നാടവര എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, ഇതെല്ലാം ഈ പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്നതാണ്. ആൻഡ് ഇവരുടെ പ്രത്യേകതകൾ നോക്കിയോ. ദേ ആർ സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് വേംസ്. ഇവിടെ വേംസ് ആണിത്, ഇതെല്ലാം വേംസ് ആണ്. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോഡിയുള്ള വേംസ് ആണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ എക്സാമ്പിളാണ് പ്ലനേറിയ, ടേപ്പ് വേം, ഫ്ലൂക്ക്, ലിവർ ഫ്ലൂക്ക് എന്നൊക്കെ പറയില്ലേ. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഈ ഫ്ലാറ്റ് വേംസിൻ്റെ അല്ലെങ്കിൽ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ പ്ലനേറിയ നമുക്കറിയാമല്ലോ, പ്ലനേറിയൻ്റെ പ്രത്യേകത നമ്മൾ എത്ര മുറിച്ചിട്ടാലും ആ മുറിച്ചിട്ട കഷ്ണങ്ങളെല്ലാം വീണ്ടും പുതിയ ജീവികളായിട്ട് മാറും. ആൻഡ് ടേപ്പ് വോമിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ഈ നാടവര എന്ന് പറയുന്ന സാധനം. ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഇതെല്ലാം നമ്മുടെ പാരസൈറ്റുകളായിട്ട് നമ്മുടെയൊക്കെ ബോഡിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കക്ഷികളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസും കഴിഞ്ഞു, അതായത് മൂന്നാമത്തെ ആളും കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഈ പ്ലാറ്റി ഹെൽമിന്തസിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തൊരു വേർഷനാണ്, വിച്ച് ഇസ് നെമറ്റോഡ അല്ലെങ്കിൽ ആഷ് ഹെൽമിന്തസ് എന്ന് പറയാം. അപ്പം നെമറ്റോഡ എന്ന് വിളിക്കും, ആഷ് ഹെൽമിന്തസ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഫൈലത്തിന് തന്നെ രണ്ട് പേരുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് നെമറ്റോഡേൻ്റെ പ്രത്യേകത എന്താണ്? ഇവരും എന്താണ് മക്കളെ? വേംസ് ആണ് അല്ലെങ്കിൽ വിരകളാണ്. ഇവരെ വിരകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ റൗണ്ട് ആയിട്ടുള്ള വിരകളാണ്. അതായത് നമ്മൾ പ്ലാറ്റി ഹെൽമിന്തസ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു പരന്ന വിരകളാണെങ്കിൽ, ഫ്ലാറ്റ് ആയിട്ടുള്ള വിരകളാണെങ്കിൽ, ഇവിടെ നല്ല ഉരുണ്ട വിരകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ എക്സാമ്പിളുകളാണ് റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം. ഇവരൊക്കെ നമ്മുടെ ഈ നെമറ്റോഡയിൽ വരുന്ന എക്സാമ്പിളുകളാണ്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? പേരിൽ തന്നെ മക്കൾക്ക് മനസ്സിലാവുന്നില്ലേ? റൗണ്ട് വേം അതായത് ആഷ് ഹെൽമിന്തസ്, അതായത് റൗണ്ട് വേംസിലെല്ലാം വരുന്നതെല്ലാം ഉരുണ്ടതല്ലേ, ഉരുണ്ടതൊക്കെ ആഷ് ഹെൽമിന്തസിലാണ് വരുന്നത്. ആൻഡ് ഹുക്ക് വേം നമ്മൾ കണ്ടിട്ടില്ലേ? ഹുക്ക് വേം എന്ന് പറയുന്നതും ആഷ് ഹെൽമിന്തസിൽ വരുന്നതാണ്. പിൻ വേമും ആഷ് ഹെൽമിന്തസിൽ തന്നെ വരുന്നതാണ്, അല്ലെങ്കിൽ നെമറ്റോഡയിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിലേക്കാണ്. അനലിഡ നമുക്കറിയാം, നമ്മുടെ എർത്ത് വേമൊക്കെ അല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ മണ്ണിരേനെ. അപ്പം മണ്ണിരയൊക്കെ ഉൾപ്പെടുന്ന ഫൈലമാണ് അനലിഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതിനകത്ത് ഇങ്ങനെ കൊച്ചു ഇങ്ങനെ വരകളല്ലേ, റിങ് പോലത്തെ സ്ട്രക്ചർ കാണത്തില്ലേ. അപ്പോൾ ആ ഒരു ഫൈലത്തിൻ്റെ പ്രത്യേകതയാണത്. ദേ ആർ സെഗ്മെൻറ്റഡ് ബോഡീഡ് ആനിമൽസ്. അവരുടെ ബോഡി ഇങ്ങനെ സെഗ്മെൻറ്റഡ് ആണ്, അതായത് ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളാണ് നമ്മുടെ അനലിഡയിൽ വരുന്നത്. എക്സാമ്പിൾ നമ്മുടെ കുളയട്ട, മണ്ണിര, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. എർത്ത് വോം, ലീച്ചൊക്കെ നമ്മുടെ അനലിഡയിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അനലിഡ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫൈലത്തിലോട്ട് പോവാണ് മക്കളെ.
ഏതാണ് അടുത്ത ഫൈലം? യെസ്, ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലമാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ആർത്രോപോഡയിലാണ് നമ്മുടെ ഈ ആനിമൽസിൽ ഏറ്റവും ഭൂരിഭാഗം ആനിമൽസും ഈ ആർത്രോപോഡയിൽ വരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മുടെ ഇൻസെക്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഞണ്ട്, പാറ്റ, ചെമ്മീൻ, ഇതൊക്കെ വരുന്നത് എവിടെയാ? ആർത്രോപോഡയിലാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ദ ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഫൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ they have jointed legs and exoskeleton, അതായത് ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകൾ. ജോയിൻറ്റഡ് ലെഗ്സ്, നമ്മൾ പാറ്റേനെയൊക്കെ കൊല്ലുമ്പോൾ കാണത്തില്ലേ, അവരുടെ കാലുകളൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്നായിരിക്കുന്നത്, ചെറിയ ചെറിയ ഭാഗങ്ങൾ. അതിനെ തല്ലിക്കൊല്ലുമ്പോൾ ഇങ്ങനെ കാല് വേറെ കൈ വേറെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലെഗുകൾ അല്ലെങ്കിൽ അപ്പൻഡേജസ് ആണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ബാഹ്യാസ്ഥികൂടമുണ്ട്. ബാഹ്യാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്താണ്, ഇന്റേണലി ആണ് അസ്ഥികൂടം ഉള്ളത് അല്ലേ, അല്ലെങ്കിൽ ആന്തരികമായിട്ടാണ് അസ്ഥികൂടങ്ങൾ ഉള്ളത്. പക്ഷെ ഇവിടെ എന്താണ്, അവരെ പുറത്തുകൂടെ അസ്ഥികൂടമുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ജോയിൻറ്റഡ് ലെഗ്സ് ആൻഡ് എക്സോസ്കെലിറ്റൻ. എക്സോസ്കെലിറ്റൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ ആണ് അവർക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കൈറ്റിനോട് കൂടിയ ബാഹ്യാസ്ഥികൂടമാണ് നമുക്ക് ഈ ആർത്രോപോഡയിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രോൺസ്, കോക്രോച്ച്, ക്രാബ്, ഇതെല്ലാം ആർത്രോപോഡയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ആർത്രോപോഡ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വാട്ടറിലുള്ള ആൾക്കാരെയും കാണാം, ലാൻഡിലുള്ള ആൾക്കാരെയും കാണാം. ഇവർക്ക് അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എല്ലായിടത്തും ഉള്ള ആനിമൽസ് എല്ലാം നമ്മുടെ ആർത്രോപോഡയിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് കൊഞ്ചും പാറ്റയും ഞണ്ടും ഇതെല്ലാം നമ്മുടെ ആർത്രോപോഡയിൽ വരുന്നതാണ്. നമുക്ക് അടുത്തതായിട്ട് പോകാൻ പറ്റുന്നത് മൊളസ്ക എന്ന് പറയുന്ന ക്ലാസ്സിലോട്ടാണ്. അപ്പം മൊളസ്കയുടെ പ്രത്യേകത എന്താണ്? മൊളസ്ക എന്ന് പറയുമ്പോൾ ഹാർഡായിട്ടുള്ള ഒരു കവറിങ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ മൊളസ്ക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബോഡി എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് എന്താ? യെസ്, നമ്മുടെ കക്ക, കല്ലുമ്മക്കായ, നീരാളി, സ്നെയിൽ, ഇതൊക്കെ നമ്മുടെ മൊളസ്കയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ബോഡിയാണ്, വളരെ സോഫ്റ്റ് അല്ലേ. ആൻഡ് സോഫ്റ്റ് ബോഡിയാണ്. മോസ്റ്റ് ഓർഗാനിസംസ് എ ഷെൽ മെയ്ഡ് കാൽഷ്യം കാർബണേറ്റ് കവേഴ്സ് ദി ബോഡി. അതായത് നമ്മൾ ഈ കക്കയുടെ ഒക്കെ ഉള്ളിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു സോഫ്റ്റ് ബോഡി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആക്കി മാറ്റി നമ്മുടെ നീറ്റ് കക്കയൊക്കെ ഉണ്ടാക്കില്ലേ, കുമ്മായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അവരുടെ ആ ഒരു ബോഡീൻ്റെ പുറത്തുള്ള കവറിങ് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മൃദു ശരീരമാണ്. ഭൂരിഭാഗം ജീവികളിലും ശരീരത്തിൽ പൊതിഞ്ഞ് എന്തുണ്ട്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. എക്സാമ്പിളുകളായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ സ്നെയിൽ, ഒക്ടോപ്പസ്, ക്ലാംസ് ഒക്കെ, നമ്മുടെ കക്ക, നീരാളി, ഒച്ച്, ഇതൊക്കെയാണ് ഇതിനകത്ത് എക്സാമ്പിളുകളായിട്ട് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കൈനോഡെർമേറ്റ എന്ന് പറയുന്ന ഒരു ഫൈലമാണ്. എക്കൈനോഡെർമേറ്റേൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെയൊക്കെ ബോഡിയിൽ ഇങ്ങനെ സ്പൈൻസ് ഉണ്ടാവും, സ്പൈനുകൾ കാണാൻ പറ്റും. ആൻഡ് മെറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി, അതായത് മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികളെയാണ് നമ്മൾ എക്കൈനോഡെർമേറ്റ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ നക്ഷത്രം പോലെ ഇരിക്കുന്നത് അല്ലേ, നമ്മുടെ ആ ഒരു നക്ഷത്ര മത്സ്യം ആയിട്ടുള്ള സ്റ്റാർ ഫിഷ് എന്നൊക്കെ പറയുന്നത് എക്കൈനോഡെർമേറ്റയിൽ വരുന്നതാണ് മക്കളെ. അതുപോലെ തന്നെ സീ ഏർച്ചിൻ, കടൽ ചേന, ഇതൊക്കെ വരുന്നത് നമ്മുടെ എക്കൈനോഡെർമേറ്റയിലാണ്. അപ്പം മുള്ളുകളുള്ള ശരീരം ആർക്കാണുള്ളതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കടൽ ജീവികളാണ്. മുള്ളുകളുള്ള ശരീരമുള്ളതാണ് നമ്മുടെ എക്കൈനോഡെർമേറ്റ. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ഫൈലമാണ് നമ്മുടെ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലം. അപ്പോൾ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവർക്ക് നോട്ടോകോഡുകളുണ്ട്. അപ്പം നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ആ നോട്ടോകോഡിൽ നിന്നാണ് എന്തുണ്ടായത്? യെസ്, കോഡ് അല്ലേ, ആ കോഡിൽ നിന്നാണ് കോഡേറ്റ എന്ന് പറയുന്ന ഒരു നെയിം വന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ കോഡേറ്റിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. എന്തൊക്കെയാണ് കോഡേറ്റിൻ്റെ ഡിവിഷൻസ്? യെസ്, യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇത് തന്നെയാണ് മലയാളത്തിലും പേര്. യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇവരിൽ മൂന്ന് പേരിലും ഇതാണ് അതിൻ്റെ സബ് ക്ലാസ് അല്ലെങ്കിൽ ആ ഫൈലത്തിൻ്റെ സബ് ഫൈലങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരിൽ മൂന്നിലും എന്തുണ്ടാവും മക്കളെ? യെസ്, നോട്ടോകോഡ് ഉണ്ടാവും. പക്ഷെ പല രീതിയിലാണ് ഇവരിലെ നോട്ടോകോഡ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ യൂറോകോഡേറ്റ് എടുത്ത് നോക്കാം അല്ലേ. അതായത് വ്യത്യസ്ത സമയത്തോ അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവർ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, കോഡേറ്റ എന്ന് പറയുന്ന ക്ലാസ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കോഡേറ്റ എന്ന് പറഞ്ഞാൽ യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും വെർട്ടിബ്രേറ്റയിലും വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നോട്ടോകോഡ് ഈസ് സീൻ ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദീസ് ഓർഗാനിസംസ്. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസിലായിരിക്കും നമ്മുടെ നോട്ടോകോഡ് ഉണ്ടാവുന്നത്. ഈ യൂറോകോഡേറ്റ എന്ന് പറയുന്ന ഫൈലം അല്ലെങ്കിൽ ആ ഒരു സബ് ഫൈലത്തിൽ വരുന്നത് നോട്ടോകോഡ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ദ ടെയിൽ റീജിയൻ ഇൻ ദ ലാർവൽ സ്റ്റേജ്. അപ്പോൾ ഈ യൂറോകോഡേറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ആൾക്കാരിലെല്ലാം അവരുടെ വാൽ ഭാഗത്ത് മാത്രം നോട്ടോകോഡ് ഉണ്ടാവും. വാൽഭാഗത്താണ് ഉണ്ടാവുന്നത്. അതും ലാർവൽ സ്റ്റേജിലാണ് അവർക്കുണ്ടാവുന്നത് കേട്ടോ. അതായത് നമ്മുടെ വാൽഭാഗത്ത് മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു സബ് ഫൈലം യൂറോകോഡേറ്റയിൽ. ഇനി നമ്മൾ സെഫാലോകോഡേറ്റ് നോക്കുകയാണെങ്കിലോ, സെഫാലോകോഡേറ്റയിലാണെങ്കിൽ the notochord which extends a rod-like structure from head to tail remains the end of the life. ഇങ്ങനെ സെഫാലോകോഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിത അവസാനം വരെ ഈ നമ്മുടെ നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോഡ് പോലത്തെ സ്ട്രക്ചറാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? അതായത് അവർ ഉണ്ടാവുന്നത് മുതൽ മരണം വരെ ഈ നോട്ടോകോഡ് ഉണ്ട്. അത് മാത്രമല്ല അവരുടെ തല മുതൽ കാല് വരെയുള്ള ആ ഒരു റീജിയൻ, ഹെഡ് ടു ടെയിൽ റീജിയനിൽ മൊത്തമായിട്ട് നോട്ടോകോഡ് കാണാൻ പറ്റും. എവിടെയാണ്? സെഫാലോകോഡേറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിൽ. ഇനി നമ്മൾ വെർട്ടിബ്രേറ്റയിൽ വരുവാണെങ്കിൽ, വെർട്ടിബ്രേറ്റയാണ് മൂന്നാമത്തെ സബ് ഫൈലം. അതിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ മക്കളെ? വെർട്ടിബ്രേറ്റയിൽ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്. നമ്മൾ എംബ്രിയോ ആയിരുന്ന സമയത്ത് മാത്രമാണ് നോട്ടോകോഡ് ഉണ്ടാവുന്നത്. അതിനുശേഷം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കും? ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും എന്നറിയാമോ? നമ്മുടെ നട്ടെല്ല് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളമായിട്ട് മാറും. അങ്ങനെ മൂന്ന് ആൾക്കാരെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. നമ്മുടെ കോഡേറ്റയിൽ വരുന്നതാണ് യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. അതിനകത്ത് യൂറോകോഡേറ്റയിൽ എവിടെയാണുള്ളത്? നമ്മുടെ ഒരു നോട്ടോകോഡ് ടെയിൽ റീജിയനിൽ മാത്രമേ കാണുന്നുള്ളൂ. അതും എംബ്രിയോണിക് ലാർവൽ സ്റ്റേജിൽ മാത്രമാണ് കാണുന്നത്. നമ്മുടെ സെഫാലോകോഡേറ്റയിലാണെങ്കിൽ തല മുതൽ വാല് വരെ ഉണ്ട്, അവർ മരിക്കുന്നത് വരെ അതുണ്ട്. ആൻഡ് നമ്മുടെ വെർട്ടിബ്രേറ്റ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? അവർക്ക് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ, നമ്മൾ എംബ്രിയോ ആയിരുന്നപ്പോൾ ഈ ഒരു നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറി? വെർട്ടിബ്രൽ കോളമായിട്ട് മാറി, അല്ലെങ്കിൽ നട്ടെല്ലായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ നോട്ടോകോഡ് ആൻഡ് വെർട്ടിബ്രൽ കോളമാണ് ഇപ്പോൾ നോക്കിയത്. നോട്ടോകോഡാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലായിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് പല രീതിയിൽ നമ്മുടെ നോട്ടോകോഡുകൾ കാണാം. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ പെക്യുലാരിറ്റീസ്, ഫൈലും എക്സാമ്പിളും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ മെറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി ആരാണ്? യെസ്, എക്കൈനോഡെർമേറ്റയാണ്. അതിൻ്റെ എക്സാമ്പിളുകൾ നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈ സീ അർച്ചിൻ, സ്റ്റാർ ഫിഷ് ആണ്. ആൻഡ് ലോങ് ആൻഡ് റൗണ്ട് ബോഡിഡ് വേംസ്. അപ്പോൾ നമുക്കറിയാം യെസ്, ആഷ് ഹെൽമിന്തസ് ആണത്, നെമറ്റോഡയിൽ വരുന്നതാണ് അല്ലേ. നെമറ്റോഡ അല്ലെങ്കിൽ ആഷ് ഹെൽമിന്തസ് എന്ന് എഴുതിയാലും ശരി തന്നെയാണ് കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം എന്നുള്ളതാണ്. ആൻഡ് അക്വാട്ടിക് ഓർഗാനിസം വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദെയർ ബോഡീസ്. മൈന്യൂട്ട് ആയിട്ടുള്ള പോർസ് അല്ല കാണുന്നത്? യെസ്, പോറിഫെറയിലാണ് കാണുന്നത്. സ്പോഞ്ചസ് ആണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി അടുത്തത് അക്വാട്ടിക് ഓർഗാനിസം വിത്ത് ടെൻറ്റക്കിൾസ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് ഉള്ളത് ആർക്കാണ്? യെസ്, നിഡേറിയയ്ക്കാണ്, അല്ലെങ്കിൽ സിലിണ്ടറേറ്റ എന്ന് വിളിക്കുന്ന ഫൈലത്തിനാണ്. എക്സാമ്പിൾ ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോൺ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ആൻഡ് അടുത്ത ഫൈലത്തിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ബോഡി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മൊളസ്കേനെയാണ് ഓർക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു സെൽ വോൾ അല്ലെങ്കിൽ അവരുടെ ഒരു കവറിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? കാൽഷ്യം കാർബണേറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ മൊളസ്ക. എക്സാമ്പിൾ നമ്മുടെ സ്നെയിൽ, ഒക്ടോപ്പസ് ഒക്കെ, നമ്മുടെ കണവ, കൂന്തൽ എന്നൊക്കെ പറഞ്ഞ സാധനം ഇല്ലേ, ഇതെല്ലാം നമ്മുടെ മൊളസ്കയിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് സെഗ്മെന്റഡ് ബോഡി. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആരെ ഓർക്കണം? യെസ്, മണ്ണിരേനെ ഓർക്കണം. മണ്ണിര എന്ന് പറയുന്നത് അനലിഡയിൽ വരുന്നതാണ്. അനലിഡ, എർത്ത് വോം, ലീച്ച് ഒക്കെ അനലിഡയിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഓർഗാനിസം വിത്ത് ജോയിന്റഡ് അപ്പൻഡേജസ് അല്ലെങ്കിൽ ജോയിന്റഡ്
ലെഗ്സ് എന്ന് പറയുന്നത് ആർക്കാണ്? എക്സോസ്കെലിറ്റനും ജോയിന്റഡ് ലെഗ്സ് ഉള്ളത് കോക്രോച്ച് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ വരുന്നതാണ് നമ്മുടെ ആർത്രോപോഡയാണ് ഫൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകതകളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എപ്പോഴും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡിഡ് വേംസ്. ഫ്ലാറ്റ് ബോഡി വേംസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല, ഏതാണ്? പ്ലാറ്റി ഹെൽമന്തസ് ആണെന്ന് നിങ്ങൾ കണ്ണു അടച്ച് എഴുതിക്കോളൂ. എക്സാമ്പിൾ ആണ് നമ്മുടെ ടേപ്പ് വോണമും പ്ലെനേറിയും ഒക്കെ കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്ന ഓർഗാനിസം വിത്ത് റോഡ് ഷേപ്ഡ് നോട്ടോകോഡ്. റോഡ് ഷേപ്പുള്ള നോട്ടോകോഡ് വിത്ത് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് എവിടെയാണ്? കോഡേറ്റയിലാണ്. എക്സാമ്പിൾ മാൻ, ഫിഷ്, ഫ്രോഗ് ഇതൊക്കെയാണ് എക്സാമ്പിളുകൾ വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മലയാളത്തിലും കൊടുത്തിട്ടുള്ളത്. മുള്ളുകളോടുള്ള ശരീരം ഉള്ളത് ആർക്കാണ്? എക്കിനോഡെർമറ്റിക് ആണ്. നീണ്ടുരുണ്ട വിരകൾ എന്ന് പറഞ്ഞാൽ നിമറ്റോഡയാണ്. ശരീരത്തിൽ ആകമാനം സുഷിരങ്ങൾ ആർക്കാ? പോറിഫെറയ്ക്കാണുള്ളത്. പിന്നെ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആർക്കുള്ള? നിഡേറിയയ്ക്കാണ്. ആൻഡ് പിന്നെ നമുക്ക് മൃദുശരീരം ഭൂരിഭാഗം ജീവികളിലും കാൽഷ്യം കാർബണേറ്റ് കാണപ്പെടുന്ന ആ ഒരു ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ആവരണമുള്ളത് മൊളസ്കയ്ക്കാണ്. ഖണ്ഡങ്ങളോടുകൂടിയ ശരീരം ആർക്കാണ്? അനലിടയ്ക്കാണ്. പിന്നെ ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകളൊക്കെ ആർക്കാ? യെസ്, ആർത്രോപോഡയ്ക്കാണ്. ബാഹ്യാസ്ഥി കൂടവും ആർത്രോപോഡയ്ക്കാണുള്ളത്. ആൻഡ് ഓൾസോ ചെറുതും മൃദുവായതുമായിട്ടുള്ള പരന്ന വിരകൾ, പരന്നതെന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാറ്റി ഹെൽമന്തസ് ആണ്. ആൻഡ് ദണ്ഡാകൃതിയിലൂടെ നോട്ടോകോഡ് ആർക്കാ ഉള്ളത്? നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, കോഡേറ്റയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ കോഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഫൈലത്തിനെ, സബ് ഫൈലത്തിൽ തന്നെ വരുന്ന കോഡേറ്റയിൽ വെർട്ടിബ്രേറ്റിനെ നമ്മൾ എടുത്തു. അതിനെ തന്നെ പിന്നെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. സൂപ്പർ ക്ലാസ് പിസസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടെട്രാപോഡ എന്ന് പറയുന്നതുമായിട്ടുള്ള 2 സൂപ്പർ ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചത്. അതായത് വെർട്ടിബ്രേറ്റ എന്തൊക്കെയാക്കി? പീസസും ടെട്രാപോഡ ആൻഡ് പീസസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിനകത്ത് പിസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? പിസി കൾച്ചർ എന്നൊക്കെ നമ്മൾ പഠിച്ചത് എന്തിനെ പറ്റിയാ? യെസ്, മത്സ്യങ്ങളാണല്ലേ. അതായത് മീനുകളൊക്കെ വരുന്ന ക്ലാസ്സാണ് പിസസ് എന്ന് പറയുന്നത്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് ബോണി ഫിഷസും ഉണ്ട്. അതായത് നമുക്ക് മുള്ളുകൾ കാണില്ലേ? മുള്ളുള്ള ഫിഷും മുള്ളില്ലാത്ത ഫിഷും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മുള്ളില്ലാത്ത ഫിഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ തെരണ്ടി, സ്രാവ് ഇതൊക്കെയാണ് നമുക്ക് മുള്ളില്ലാത്ത ഫിഷ്. അവർക്ക് കാർട്ടിലേജ് ആണുള്ളത് അല്ലേ? കാർട്ടിലേജ് എന്ന് പറയുന്ന സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫിഷസിനെ നമ്മൾ എന്ത് വിളിക്കും? കോൺട്രക്തസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിസസിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തു. കോൺട്രിക്തിക്സ് എന്നും കോൺട്രിക്തസ് ആൻഡ് ഓസ്റ്റിക്തസ് കോൺട്രിക്തസ് എന്ന് പറയുന്നതായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? പിസസിനെയാണ് ഡിവൈഡ് ചെയ്തത്. ആൻഡ് കോൺട്രിക്തസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽസ് ആർ ദെയർ ഇൻ ദ ബോഡിയിൽ നിറയെ സ്കെയിൽസ് ഉണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് 2 ചേംബറുള്ള ഹാർട്ടാണ് ഇവർക്ക്. എക്സാമ്പിൾ ഷാർക്ക്, മെറൈൻ ഫ്രഷ് വാട്ടർ ഫിഷ് ആയിട്ടുള്ള റോഹു ഒക്കെയാണ് എക്സാമ്പിൾ ഉള്ളത് കേട്ടോ. അടുത്തത് നമ്മുടെ ഓസ്റ്റിക്തിക്സ് ആണ്. ഓസ്റ്റിക്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ബോണി ഫിഷസ് ആണ്. നമ്മുടെ മാക്രൽ, അയല, മത്തി, ചൂര ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ബോണി ഫിഷ് ഓസ്റ്റിക്തിക്സിൽ വരുന്നതാണ്. അടുത്തതായിട്ട് ടെട്രാപോഡനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ആംഫിബിയ, റെപ്റ്റൈലിയ, പിന്നെ ഏവ്സ്, മാമൽസ് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ടെട്രാപോഡനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആംഫിബിയ ആണ്. നമുക്കറിയാലേ ആംഫിബിയൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ലാൻഡിലും ജീവിക്കാൻ പറ്റും, വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. കരയിലും വെള്ളത്തിലും കാണപ്പെടുന്ന ജീവികളാണ് ആംഫിബിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത മോയിസ്റ്റ് ആയിട്ടുള്ള, എപ്പോഴും ഇങ്ങനെ ഒരു തണുപ്പുള്ള അല്ലെങ്കിൽ ഒരു വെറ്റായിട്ടുള്ള സ്കിന്നാണ് അവർക്കുണ്ടാവുന്നത്. ആൻഡ് അവർക്ക് റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് പല ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. കാരണം എന്താണ്? അവർ വെള്ളത്തിലും ജീവിക്കുന്നവരാണ്, കരയിലും ജീവിക്കുന്നവരാണ് അല്ലേ? അതായത് ക്യൂട്ടേനിയസ് റെസ്പിറേഷനും പൾമണറി റെസ്പിറേഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. 2 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. ലങ്സ് ഉപയോഗിച്ചുകൊണ്ടും സ്കിൻ അല്ലെങ്കിൽ ഗിൽസ് യൂസ് ചെയ്തുകൊണ്ടുമുള്ള റെസ്പിറേഷൻ ആണുള്ളത്.
ആൻഡ് 3 ചേംബേർഡാണ് ഇവരുടെ ഹാർട്ടിന് 3 അറകളാണുള്ളത്. നമ്മുടെ ഫ്രോഗ്, ട്രീ ഫ്രോഗ്, സാലമാൻഡർ ഇതൊക്കെയാണ് നമ്മുടെ ഈ ടെട്രാപോഡിൽ ആംഫിബിയൻസിൻ്റെ എക്സാമ്പിളുകൾ. ഇനി അടുത്തതായിട്ട് റെപ്റ്റീലിയ, നമ്മുടെ ഉരഗങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഇതാണ് ഉഭയജീവികൾ കേട്ടോ. നമ്മുടെ ആംഫിബിയാണ് ഉഭയജീവികൾ ആൻഡ് റെപ്റ്റീലിയാണ് ഉരഗങ്ങൾ. ആൻഡ് റെപ്റ്റൈൽസിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം അല്ലേ? റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഇഴജന്തുക്കളെ കാണുമ്പോൾ തന്നെ അവരുടെ ഒരു സ്കെയിലി സ്കിന്നായിരിക്കും അല്ലേ? ഡ്രൈ ആയിട്ടുള്ള സ്കെയിൽസ് ഉള്ള സ്കിന്നാണ് അവർക്കുള്ളത്. ആൻഡ് നെയിൽസ്, ഡിജിറ്റ്സ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല അല്ലേ? സ്നേക്സിൽ ഒഴികെ ബാക്കി എല്ലാവർക്കും എന്തുണ്ട്? ആ നെയിൽസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് കാണാം. സ്നേക്കിന് മാത്രം അത് കാണാനായിട്ട് പറ്റില്ല. ഇനി അവരുടെ ഓർഗൻ, റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെപ്പോലെ ലങ്സ് തന്നെയാണ്. ആൻഡ് എത്ര ചേംബർ ഉണ്ട്? ഹാർട്ടിന് എത്ര ചേംബറാണുള്ളത്? 3 ചേംബറാണ്. എക്സെപ്റ്റ് ഇൻ ക്രോക്കഡൈൽസ്, നമ്മുടെ മുതലകളിൽ മാത്രം 4 ചേംബറാണ് ഹാർട്ടിനുള്ളത്. ബാക്കി എല്ലാ റെപ്റ്റൈൽസിനും എത്ര ചേംബറാണ് ഉള്ളത്? 3 ചേംബറുകളാണ് ഉള്ളത്. ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ റീപ്രൊഡക്ഷൻ ഇൻറ്റേർണലി ആണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് നമ്മൾ അടുത്തായിട്ട് വരുന്നത് എയ്ഡ്സ് അല്ലെങ്കിൽ ബേർഡ്സിലോട്ടാണ്. ബേർഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവരുടെ ബോഡി മുഴുവൻ ഫെതേഴ്സ് ഉണ്ടാവും അല്ലേ? നല്ല വിങ്സും ഫെതേഴ്സ് ഉണ്ടാവും. ക്ലോസ് ഓൺ ഡിജിറ്റ്സ്, നമുക്ക് ഡിജിറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ക്ലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ പറ്റും. റെസ്പിറേറ്ററി ഓർഗൻ അവരുടെ ലങ്സ് തന്നെയാണ്. എത്ര ചേംബർ ഉണ്ട് ഹാർട്ടിന്? 4 ചേംബറാണുള്ളത്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ആ ഒരു എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഉള്ളിൽ വെച്ചിട്ടാണ്, ബോഡിക്കകത്ത് വെച്ചിട്ടാണ്. അതാണ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഒരാളിൽ കാണാൻ പറ്റും. അതാണ് നമ്മുടെ ആംഫിബിയ അല്ലെങ്കിൽ ഉഭയജീവികളിലാണ് നമുക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണാൻ പറ്റുന്നത് അല്ലേ? മെമേലിയ ആണ് നമ്മുടെ അടുത്തത്. നമ്മളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ക്ലാസ് ആണ് മെമേലിയ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ, ഫർ, നെയിൽസ്, ഫിംഗേഴ്സ്. അതായത് ബോഡിയിൽ നിറച്ചും ഹെയറുകളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം നമ്മളുടെ ഹ്യൂമനിൽ നമുക്ക് ഒരുപാട് ഹെയറുകളൊന്നും ചിലർക്ക് ഉണ്ടാവില്ല. എന്നാലും എന്താണ്, കോമൺലി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹെയർ ഉണ്ടാവും. അതുപോലെ തന്നെ മാമൽസിൽ വരുന്നതാണ് നമ്മുടെ ഈ കുരങ്ങ്, പിന്നെന്താണ് പട്ടി, പൂച്ച, ഇതെല്ലാം മാമൽസിൽ വരുന്നതല്ലേ? അപ്പോൾ ഇവർക്കെല്ലാം എന്തുണ്ട്? ബോഡി നിറച്ചും രോമങ്ങളില്ലേ? അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൻഡ് ഓൾസോ ഫിംഗേഴ്സ് ആൻഡ് ടോസ് അല്ലേ? നമുക്ക് ഫിംഗർ ഉണ്ട് അല്ലേ? ഫിംഗറും ടോസും ഒക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ലാക്ടേറ്റ് ചെയ്യുന്നവരാണ്, അതായത് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ മാമൽസ് അല്ലെങ്കിൽ മമ്മേലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളവർ. നമ്മുടെ ഹാർട്ടിൽ എത്ര ചേംബറുകളാണുള്ളത്? 4 ചേംബറാണ് അല്ലേ? 2 ഏട്രിയവും 2 വെൻട്രിക്കിളും ചേർന്ന് 4 ചേംബറുകളാണുള്ളത്. ആൻഡ് റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഈസ് ഇൻറ്റേർണൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു മാമൽസ് എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് മക്കൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ആനിമേലിയ എന്ന് പറയുന്നതിൽ. ഇനി നമ്മൾ നേരെ പോകുന്ന എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സിലോട്ടാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്യാനുണ്ട്. എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. യെസ്, ആൽഗയാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആൽഗ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലേ? അക്വാട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജലത്തിലാണ് നമുക്ക് കൂടുതലും ആൽഗേനെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് താലസ് എന്നാണ് അവരുടെ ബോഡീനെ വിളിക്കുന്നത്. അതായത് നമ്മൾ വലിയ പ്ലാന്റ്സ് ഒക്കെ കാണുന്ന പോലെ സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡീനെ വിളിക്കുന്നത് താലസ് എന്നാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തത് കൊണ്ട്. ആൻഡ് ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആർ സീൻ. നമുക്ക് 2 രീതിയിലും ലൈംഗികവും അലൈംഗികവുമായിട്ടുള്ള റീപ്രൊഡക്ഷൻ അവരിൽ, പ്രത്യുൽപാദന രീതി അവരിൽ കാണാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മുടെ ബ്രയോഫൈറ്റ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ആണ്. ബ്രയോഫൈറ്റയിൽ എന്താണ് മക്കളെ വരുന്നത്? യെസ്, ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ആൽഗേനേക്കാളും കുറച്ചും കൂടെ വലിയ പ്ലാന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അവർക്കും എന്താണ്? താലസ് ആണ് അവരുടെ ബോഡി എന്ന് പറയുന്നത്. അതായത് സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ മോയിസ്റ്റ് സർഫസിലെല്ലാമാണ് നമുക്ക് ഈ ബ്രയോഫൈറ്റകളെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ പായലിൻ്റെ പോലത്തെ ഒരു സാധനമില്ലേ നമുക്കിങ്ങനെ നമ്മുടെ കുറച്ച് വെള്ളമൊക്കെ വീഴുന്ന സ്ഥലങ്ങളിൽ, അലക്കുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമുക്കിങ്ങനെ പറ്റിപ്പിടിച്ച് നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിനോട് പറ്റിപ്പിടിച്ച് വളരുന്ന പുല്ലുകളല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഗ്രൗണ്ടിനോട് ചേർന്ന് വളരുന്ന കുറച്ച് സസ്യങ്ങളുണ്ട്. അതാണ് ബ്രയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് റൂട്ടും സ്റ്റെമ്മും ലീഫും ഒന്നുമില്ല, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു താലസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണുള്ളത്.
അവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഗ്യാമേറ്റ്സ് വഴിയാണ്, അല്ലെങ്കിൽ സ്പോർ ഫോം ചെയ്തിട്ടാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രത്യുൽപാദനം ഗ്യാമേറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയുമാണ് നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ക്ലാസ് ആണ് അടുത്തതായിട്ട് വരുന്നത്. യെസ്, ടെറിഡോഫൈറ്റ എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റിനേക്കാളും കുറച്ചും കൂടെ വലിയ ആൾക്കാരൊക്കെയാണ് അതിൽ വരുന്നത്. ഇവരൊക്കെ കൂടുതലും എന്താണ് മക്കളെ? ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. അതായത് നമ്മൾക്ക് ഈ ഫേൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലൊക്കെ ചിലപ്പം വെച്ചിട്ടുണ്ടാവും, ഫേൺസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇതൊക്കെ ടെറിഡോഫൈറ്റയിൽ വരുന്നവരാണ് കേട്ടോ. ഇവർക്ക് എന്തൊക്കെയുണ്ട്? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഇതൊക്കെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഇവരിൽ എങ്ങനെയാണെന്ന് അറിയാമോ? സ്പോറുകൾ ഫോം ചെയ്തിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇവരുടെ ബോഡിയിൽ നിന്ന് തന്നെ സ്പോറുകൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഓൾസോ നമ്മൾ ഇത്രയും കണ്ടതിൽ വാസ്കുലാർ ടിഷ്യൂസ് നമുക്ക് കണ്ടു തുടങ്ങുന്നത് എവിടെയാണ്? ടെറിഡോഫൈറ്റയിലാണ് വാസ്കുലാർ ടിഷ്യൂസ് എല്ലാം കണ്ടു തുടങ്ങുന്നത്. അതായത് നമ്മുടെ സൈലോം ഫ്ലോയും ഒക്കെ അല്ലേ, അതൊക്കെയാണ് വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകളൊക്കെ വരുന്നത് നമ്മുടെ ടെറിഡോഫൈറ്റയിലാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കരയിൽ വളരുന്ന സസ്യങ്ങളാണ്. വേര്, കാണ്ഡം, ഇല ഇതൊക്കെ രൂപപ്പെട്ടിട്ടുള്ള സസ്യങ്ങളാണ്. പ്രത്യുൽപാദനം എങ്ങനെയാണ്? സ്പോറുകളിലൂടെയാണ്. അതുപോലെ തന്നെ സംവഹന കലകൾ കാണപ്പെടുന്നു. ഇതാണ് ടെറിഡോഫൈറ്റേൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചില റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനത്തെ ടെറിസ് എന്ന് പറയുന്ന സാധനം കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ടെറിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിലരൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങളിങ്ങനെ ആ ഒരു ഇല പറിച്ചിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടാറ്റു പോലെ ആക്കുമായിരുന്നു. വൈറ്റ് കളറിൽ ഇങ്ങനെ സ്പോറുകളാണ് അവർ ഫോം ചെയ്യുന്ന. ആ സ്പോറുകൾ നമ്മുടെ കയ്യിലാക്കിയിട്ട് അങ്ങനെയൊക്കെ പണ്ട് കുഞ്ഞിലെ കളിച്ചുകൊണ്ടിരുന്ന ആ സാധനമാണ് ഈ ടെറിസ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്താണ് നമ്മുടെ ജിംനോസ്പേം അല്ലേ. നമ്മൾ ഈ ജിംനോസ്പേമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ പലരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ജിംനോസ്പേം. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കോൺ ഉണ്ടാവും. നിങ്ങൾ ഈ പൈൻ ട്രീസ് ഒക്കെ, പൈൻ മരങ്ങൾ അല്ലെങ്കിൽ പൈൻ കാടുകളിലൊക്കെ ഊട്ടിയോ കൊടൈക്കനാലോ ഒക്കെ പോകുമ്പോൾ കുറേ ഇങ്ങനെ കോൺസ് നമ്മൾ അവിടുന്ന് പെറുക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റും. ആ കോൺ പോലത്തെ സ്ട്രക്ചേഴ്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് കേട്ടോ കോൺ എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ ദോ സീഡ്സ് ആർ ഫോംഡ്, ഇവരിൽ എന്തുണ്ടാവുന്നുണ്ട് മക്കളെ? സീഡുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ സീഡിൻ്റെ പ്രത്യേകത, അവർക്ക് സീഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വിച്ച് ഇസ് നോട്ട് എംബഡഡ് ഇൻ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിനകത്തല്ല അവർക്ക് സീഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് വിളിക്കും? നേക്കഡ് സീഡഡ് എന്ന് വിളിക്കും. അതായത് ആ ഒരു സീഡിന് ചുറ്റും ആ ഒരു ഓവറി വോള് അല്ലെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ജിംനോസ്പേമുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇവർ കോംപ്ലെക്സ് വാസ്കുലാർ ടിഷ്യൂസ് കാണാം. സൈലം വെസൽസ് പക്ഷെ ഇവരിലുണ്ടാവില്ല. അതായത് സൈലോം ഫ്ലോയോ ഉണ്ടാവും. ഈ സൈലത്തിൽ തന്നെ സൈലം വെസൽസ് അവരിൽ കാണാനായിട്ട് പറ്റില്ല കേട്ടോ. ട്രക്കീഡ്സ് മാത്രമാണ് അവരിലുള്ളത്. ആൻഡ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ വലിയ വലിയ ട്രീസ് ആയിട്ടുള്ള നമ്മുടെ റെഡ് വുഡ്, സെക്വയ എന്നൊക്കെ പറയുന്ന ട്രീസൊക്കെ നമ്മുടെ ജിംനോസ്പേമിൽ വരുന്നതാണ് കേട്ടോ. വലിയ വലിയ ട്രീസൊക്കെ ഇവരിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊന്നും മലയാളത്തിൽ നമുക്ക് നോക്കാം. കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങളാണ് ഇവർക്ക് കാണപ്പെടുന്നത്. വിത്തുകൾ ഉണ്ടെങ്കിലും അവയെ പൊതിഞ്ഞ് ഫലങ്ങൾ രൂപപ്പെടുന്നില്ല. അതുപോലെ തന്നെ സങ്കീർണ സംവഹനകലകൾ കാണപ്പെടുന്നുവെങ്കിലും സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്ന എക്സാമ്പിളുകൾ നമ്മുടെ പൈനസ്, സൈക്കസ് ഇതൊക്കെയാണ്. ആൻഡ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത ഏറ്റവും കുറച്ചൊരു കൂടുതൽ ആൾക്കാരുള്ള അല്ലേ. നമുക്ക് കുറേ ആൾക്കാരെ നമുക്ക് കാണാം ആൻജിയോസ്പേംസിൽ. നമ്മൾ നോർമലി കാണുന്ന പ്ലാന്റുകളിലെ മാവ്, പ്ലാവ്, ചക്ക, പിന്നെ തേങ്ങ ഇതൊക്കെ വരുന്ന എന്തിലാണ് മക്കളെ? ആൻജിയോസ്പേംസിലാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ ഉള്ളിലാണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഇരിക്കുന്നത്. അതായത് ഇവർക്ക് ഫ്ലവർ ഉണ്ടാവുന്ന ആൾക്കാരാണ്. ഫ്ലവറിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്, അതിൽ നിന്നാണ് സീഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് നമ്മുടെ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസന്റ് ഇൻ ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സ് ആർ സീൻ കവറിങ് ദ സീഡ്. നമ്മുടെ സീഡ് എന്ന് പറയുന്നത് ഫ്രൂട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് സീഡുകൾ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിത്തുകൾ എന്ന് പറയുന്നത് പൊതിഞ്ഞ് ഫലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കോംപ്ലക്സ് സൈലം വാസ്കുലാർ ബണ്ടിൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സൈലം, ഫ്ലോയം, വാസ്കുലാർ ബണ്ടിൽസ് ഇതെല്ലാം നമുക്ക് ആൻജിയോസ്പേംസിൽ കാണാനായിട്ട് പറ്റും. അതായത് സങ്കീർണ സംവഹന കലകളും സൈലം വെസലുകളും ട്രക്കീഡുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ
പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ ആരൊക്കെയാണ് വന്നത്? യെസ്, നമുക്കറിയാം അല്ലേ, നമ്മുടെ ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ്, ടെറിഡോഫൈറ്റ, ആൽഗെ, ബ്രയോഫൈറ്റ, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് എന്ന് പറയുന്നതിൻ്റെ. ആൻഡ് നമുക്ക് കുറച്ച് ശാസ്ത്രീയ നാമങ്ങൾ കൂടെ നോക്കാം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ശാസ്ത്രീയ നാമം നോക്കാനുള്ളത് ചില പ്രത്യേകതകളുള്ള ശാസ്ത്രീയ നാമമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ ഈസ് സാന്ദ്രാകോട്ടസ് വിജയകുമാരി. അപ്പോൾ അവരൊരു പേര്, ഒരാളുടെ പേരല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചത് വിജയകുമാരി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അവരുടെ പേര് ചേർത്തിട്ടാണ് ഈ സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് നെയിം വരുന്നത് കേട്ടോ. ഇനി എ ന്യൂ സ്പീഷ്യസ് ഓഫ് ബീറ്റിൽ, നെല്ലിയാമ്പതിയിൽ കാണപ്പെടുന്ന ഒരു പുതിയ സ്പീഷ്യസ്, ഈ കാണുന്ന ബീറ്റിലിൻ്റെ പേരാണ് സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്നത്. പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ ഒന്നുമില്ലെങ്കിൽ അവർ കൊടുത്ത ആളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരുടെ പേരോ അല്ലെങ്കിൽ അവരേറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ പേരോ ആരുടെ പേര് വേണമെങ്കിലും അവർക്ക് ചേർക്കാവുന്നതാണ് ഇത് കണ്ടുപിടിച്ച ആൾക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുതിയ സ്പീഷ്യസ് ആയിട്ടുള്ള ബീറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ട് അല്ലേ. വണ്ടാണ് നമ്മൾ എവിടെ കാണപ്പെടുന്നതാണ്? നെല്ലിയാമ്പതിയിൽ കാണപ്പെടുന്ന ഒരു പുതിയ ഇനം വണ്ടിൻ്റെ പേരാണ് സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്നത്, വാഗമൺ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാലോ, ഇടുക്കിയിലുള്ളതാണ് വാഗമൺ. വാഗമണിൽ കാണപ്പെടുന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തിയ ഒരു പുതിയ പ്ലാന്റ് ആണ് ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കുറ്റിപ്പാടൽ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ബ്രൂസെത്തോവ ഇസ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇസ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ISRO അല്ലേ, ISRO ആണ് ഇസ്രോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കണ്ടുപിടിച്ച ഒരു തരം പാരസൈറ്റിൻ്റെ പേരാണ് ഈ ഫിഷസിലെല്ലാം കാണപ്പെടുന്ന, കൊല്ലം കോസ്റ്റൽ ഏരിയയിൽ കാണുന്ന ഫിഷസിലെല്ലാം വരുന്ന പാരസൈറ്റിൻ്റെ പേരാണ് എന്ത്? ബ്രൂസെത്തോവ ഇസ്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ ജീവികൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഓരോ ഓർഗാനിസത്തിൻ്റെയും പുതിയ ജീവികളെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ പേരിടൽ ചടങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പുതിയ ജീവികളെ കണ്ടുപിടിക്കുമ്പോൾ അവരെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യും. നമ്മൾ DNA ബാർകോഡിംഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത് ഏത് ക്ലാസ്സിലാണ് അല്ലെങ്കിൽ ഏത് ഇതിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് പുതിയതായിട്ട് കിട്ടുകയാണ്. ആ പ്ലാന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമലോ അത് നമ്മൾ എന്താ ആദ്യം നോക്കുക? അവരുടെ ആ ഒരു ഭാഗ്യം, അവരുടെ ബോഡി എങ്ങനെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രത്യേക ശരീരഘടനയിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്, അവരുൾപ്പെടുന്ന ജൈവ കണികകൾ അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ പരീക്ഷിക്കും. ആ ഒരു സ്പീഷ്യസ്, ഏത് സ്പീഷ്യസുകളോടാണ് ഇവർക്ക് കൂടുതൽ സാമ്യമുള്ളത് എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ഓരോരോ ക്ലാസ്സിലായിട്ട് ഉൾപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള വൈറസ് ആണ് അല്ലേ. വൈറസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫൈലത്തിലോ ഒരു ക്ലാസ്സിലോ ഒന്നും ഉൾപ്പെടാത്ത ജീവിയാണ്. ആൻഡ് ഇവർക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണുള്ളത്. ആൻഡ് ഇവർക്ക് എന്തില്ല? സൈറ്റോപ്ലാസം ഇല്ല, സെൽ ഓർഗനസ് ഇല്ല, ന്യൂക്ലിയസ് ഇല്ല, ഇതൊന്നുമില്ലാത്ത ഒരു ജീവിയാണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA-യോ RNA-യോ ആവാം. DNA-യിലൂടെ RNA-യിലൂടെ ഒക്കെയാണ് ഇവർ പുതിയ ഫോംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇൻസൈഡ് ഇവരെന്താണ്? നമുക്ക് ഇൻസൈഡ് DNA-യും ഔട്ട്സൈഡ് ഒരു പ്രോട്ടീൻ കോട്ട്, അതായത് ക്യാപ്സിഡ് എന്ന പേരുള്ള ഒരു പ്രോട്ടീൻ കോട്ട് മാത്രമാണ് നമുക്ക് വൈറസിന് ഉള്ളത് കേട്ടോ. ആൻഡ് ഇവർ എന്തിലൊക്കെ ഇൻഫെക്റ്റ് ചെയ്യും നമുക്കറിയാലോ. വൈറസ് പ്ലാന്റ്സിനെ, ആനിമൽസിനെ, ബാക്ടീരിയനെ, ആർക്കിയനെ എല്ലാം ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് വൈറസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ഹോസ്റ്റിൽ ചെന്നാൽ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഹോസ്റ്റിലൊന്നും പോയില്ല, അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഹോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അവരിങ്ങനെ ചത്ത പോലെ ഇരിക്കും. ഇവർക്കൊരു ഹോസ്റ്റിനെ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ വേഗം റീപ്രൊഡ്യൂസ് ചെയ്യും, ആ ഹോസ്റ്റിനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കും. ഇങ്ങനെയാണ് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൊരു മെക്കാനിസം ഒന്നും അവരുടെ ബോഡിയിലില്ല. അതിന് വേണ്ടിയിട്ട് അവരെന്തിനെയാണ്? മറ്റ് ഓർഗാനിസംസിനെയാണ് അവരതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഇവരുടെ ഇത്രയും യുണീക്ക് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെ ഒരു കിങ്ഡത്തിലും
അല്ലെങ്കിൽ ഒരു ഫൈലത്തിലും ഇവരെ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒന്നും കൂടെ നോക്കാം. കോശദ്രവ്യം, കോശാംഗങ്ങൾ, മർമ്മം, ഇതൊന്നും അവർക്ക് കാണാൻ പറ്റില്ല. ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു ലെയർ, അതായത് പ്രോട്ടീൻ കോട്ട്, ബാഹ്യ പ്രോട്ടീനും പിന്നെ ആന്തരികമായിട്ടുള്ള DNA RNA ആണ് അവർക്ക് കാണാൻ പറ്റുന്നത്. എല്ലാത്തിനെയും, സസ്യങ്ങളെ, ജന്തുക്കളെ ഒക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്റ്റ് ചെയ്യും, ബാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രത്യുൽപാദനം നടത്താൻ, ഇവർക്ക് പ്രതികരിക്കാനൊക്കെ ഇവർക്ക് എന്ത് വേണം, ഇവരെല്ലാ പ്രവർത്തനങ്ങൾ, ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ അവർക്കൊരു ഹോസ്റ്റ് വേണം, അതായത് ഏതെങ്കിലും ഒരു ജീവി വേണം. ഇവർക്ക് അതിനൊന്നുമുള്ള കഴിവില്ല. അപ്പോൾ ആതിഥേയരുടെ ബോഡിയിൽ കടന്നിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇവർ പുറത്ത് നിന്നാൽ, ആരുടെയെങ്കിലും ബോഡിയിലല്ലെങ്കിൽ അവർ പുറത്താണെങ്കിൽ ഇവരെന്താണ്, നിർജീവമാണ്. അതുകൊണ്ട് തന്നെ വൈറസിനെ ഒരു ജീവി ഗണത്തിൽ ഉൾപ്പെടുത്താൻ തന്നെ പറ്റിയിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് എവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. ഓരോ എവല്യൂഷൻ, അതായത് ഓരോ ജീവികളും തമ്മിലുള്ള ആ വ്യത്യാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എവല്യൂഷണറി ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് കുറേ ബ്രാഞ്ചുകളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ബ്രാഞ്ചിൻ്റെ ഒക്കെ അടിസ്ഥാനം എങ്ങനെയാണ്? ഓക്കെ, ഈ ഒരു ജീവികൾ, ഇപ്പം നമുക്ക് ഇത് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലങ് ഫിഷ് എന്ന് പറയുന്നതിന് സ്കള്ളുണ്ട്, ബാക്കി ഒന്നിനും സ്കള്ളില്ല അല്ലേ. അപ്പോൾ ഇവിടെ സ്കള്ള് മാത്രമാണുള്ളത്, ബാക്കി നമുക്ക് 4 ലിംബ്, ഹെയർ, ഫ്ലർ ഒന്നുമില്ല. പക്ഷേ വോൾ ലിസാർഡിന് സ്കള്ളും പിന്നെ എന്തുണ്ട്, 4 ലിംസും ഉണ്ട്. പക്ഷേ വേറെ എന്തില്ല, ഹെയർ അല്ലെങ്കിൽ ഫറില്ല, പിന്നെ എന്താ, ലാക്ടേഷനും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരോ ജീവികളെയും ഓരോ ക്ലാസ്സുകളായിട്ട് മാറ്റുന്നതാണ്. നോക്കിക്കേ, ഇവിടെ നമ്മുടെ സ്കള്ളുള്ളതിനെ അല്ലേ, ലങ് ഫിഷിന് മാത്രം ആ സ്കള്ളുള്ളത്, അപ്പോൾ അതിനെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്, സ്കള്ളുണ്ട്. അപ്പോൾ ഈ സ്കൾ എന്ന് പറയുന്നത് ഈ എല്ലാത്തിനും കോമൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് 4 ലിംബാണ്. ആ 4 ലിംബ് എന്ന് പറയുന്നത് ഈ 3 കോമൺ ആണ്. ആൻഡ് അടുത്തതായിട്ട് വരുന്ന ഹെയർ എന്ന് പറയുന്നത് ഡോഗിനും മാനിനും കോമൺ ആണ്, ലാക്ടേഷനും അവർക്ക് കോമൺ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിനെ ഒരു ട്രീ പോലെ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളതാണ് DNA ബാർ കോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബാർ കോഡിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓർഗാനിസംസിനെ എല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു മോളിക്കുലാർ സീക്വൻസസിൻ്റെ ഒക്കെ ബേസിലാണ്, അതായത് അവരുടെ ജനറ്റിക് കോഡിൻ്റെ ഒക്കെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന ടെക്നോളജിയാണ് DNA ബാർ കോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതായത് DNA പ്രത്യേക തന്മാത്രാ ശ്രേണികൾ, കോഡുകൾ ഉൾപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർ കോഡിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആധുനിക ജീവശാസ്ത്ര ഗവേഷണങ്ങളിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതൊക്കെ ഇവരാണ്. കാരണം എന്താണ്, ഓരോ സ്പീഷീസുകളിലും അവരുടെ DNA സ്ട്രക്ചർ, അവരുടെ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു ട്രിപ്ലെറ്റ് കോഡ് ഉണ്ടല്ലോ, ആ കോഡുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലാരിറ്റീസ്, അതിൽ വരുന്ന സിമിലാരിറ്റീസ് നോക്കിയിട്ടാണ് സ്പീഷീസുകളെയൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്രാ തലത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മൾ നോർമലി നോക്കുന്ന എന്താണ്, അവരുടെ മോർഫോളജി അല്ലെങ്കിൽ അവരുടെ ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായിട്ടുള്ള ഘടനയെല്ലാം വെച്ചിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, തന്മാത്രാ രീതിയിൽ അല്ലേ, മോളിക്കുലാർ ബേസിസിലാണ് ഇവർ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എത്തുന്നത്. ഓക്കെ, ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളിലും ഗവേഷകരും DNA ബാർകോഡുകൾ തയ്യാറാക്കി ഗവേഷണങ്ങൾക്കായി പങ്കുവെക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഫംഗസിൻ്റെയും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും ഇങ്ങനെ ബാർകോഡ് എടുത്തു വെച്ചാൽ അടുത്തതായിട്ട് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന പുതിയ സ്പീഷീസുകളെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യാനും ഈ ഒരു DNA ബാർകോഡിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കിയിട്ടുള്ളത്. അതിൽ നമ്മൾ വർഗീകരണം എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മക്കൾ നന്നായിട്ട് പഠിച്ച് പോയിട്ട് എക്സാം എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഇനി ഒരു അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.